ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്കാരം. മുൻപത്തെ ക്ലാസ്സിൽ കുമാരസംഭവം അഞ്ചാമത്തെ സർഗത്തിൽ ഒന്നാമത്തെ ശ്ലോകമാണ് പറഞ്ഞത്. തൻ്റെ സൗന്ദര്യം കൊണ്ട് പരമേശ്വരനെ ഭർത്താവായിട്ട് ലഭിക്കാൻ സാധിക്കില്ല. പരമേശ്വരനെ ലഭിക്കണമെങ്കിൽ അതിനുള്ള വഴി തപസ്സാണ് എന്ന് പാർവതി നിശ്ചയിക്കുന്നതാണ് നമ്മൾ ഒന്നാം ശ്ലോകത്തിൽ കണ്ടത്. ഇനി രണ്ടാമത്തെ ശ്ലോകത്തിൽ തപസ്സാണ് ശിവനെ ലഭിക്കാനുള്ള ഒരു മാർഗമെന്ന് പാർവതി മനസ്സിലാക്കി എന്നതാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത്. ഇനിയിപ്പോൾ രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ശിവനെ പതിയായിട്ട് ലഭിക്കാൻ വേണ്ടി തപസ്സനുഷ്ഠിക്കാൻ പാർവതി നിശ്ചയിക്കുന്നു എന്നുള്ള കാര്യമാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. നോക്കാം. ഈയേഷ സാ കർത്തുമവന്ധ്യരൂപതാം സമാധിമാസ്ഥായ തപോഭിരാത്മനഃ അവാപ്യതേ വാ കഥമന്യഥാ ദ്വയം തഥാവിധം പ്രേമപതിശ്ച താദൃശഃ. ഒന്നുകൂടിയും പറയാം. ഈയേഷ സാ കർത്തുമവന്ധ്യരൂപതാം സമാധിമാസ്ഥായ തപോഭിരാത്മനഃ അവാപ്യതേ വാ കഥമന്യഥാ ദ്വയം തഥാവിധം പ്രേമപതിശ്ച താദൃശഃ. പദച്ഛേദം പറയുകയാണെങ്കിൽ കർത്തും അവന്ധ്യരൂപതാം സമാധിമാസ്ഥായ തപോഭിരാത്മനഃ കഥമന്യഥാ പതിശ്ച ഇങ്ങനെ പദച്ഛേദം. ഇനി അന്വയം പറയുകയാണെങ്കിൽ സാ സമാധിം ആസ്ഥായ തപോഭിഃ ആത്മനഃ അവന്ധ്യരൂപതാം കർത്തും ഇയേഷ അന്യഥാ തഥാവിധം പ്രേമ താദൃശഃ പതിഃ ച ദ്വയം കഥം വാ അവാപ്യത്തെ. അന്വയം ഒന്നുകൂടി പറയാം. സാ സമാധിം ആസ്ഥായ തപോഭിഃ ആത്മനഃ അവന്ധ്യരൂപതാം കർത്തും ഇയേഷ അന്യഥാ തഥാവിധം പ്രേമ താദൃശഃ പതിഃ ച ദ്വയം കഥം വാ അവാപ്യത്തെ. അർത്ഥം നോക്കാം. സാ അവൾ, സമാധിം ആസ്ഥായ ഏകാഗ്രതാം ആസ്ഥായ അവലംബ്യ ഏകാഗ്രതയെ പ്രാപിച്ചിട്ട് അല്ലെങ്കിൽ സമാധിയെ പ്രാപിച്ചിട്ട് തപോഭിഃ തപശ്ചര്യകളെ കൊണ്ട് ആത്മനഃ സ്വസ്യ തൻ്റെ അവന്ധ്യരൂപതാം കർത്തും സൗന്ദര്യം സഫലയിതും തൻ്റെ സൗന്ദര്യത്തെ സഫലമാക്കാൻ വേണ്ടി ഇയേഷ ഐച്ഛത് ആഗ്രഹിച്ചു. അന്യഥാ അന്യപ്രകാരേണ മറ്റു വിധത്തിലായാൽ തഥാവിധം പ്രേമ താദൃശം പ്രേമ ഇത്തരത്തിലുള്ള അതുപോലുള്ള പ്രേമവും താദൃശഃ പതിഃ ച അതുപോലൊരു പതിയും ദ്വയം അതു രണ്ടും കഥം വാ അവാപ്യത്തെ എങ്ങനെയാണ് പ്രാപിക്കുക എന്ന്. അതായത് പാർവതി ഏകാഗ്രമനസാ തപോഭിഃ ആത്മസൗന്ദര്യം സഫലീകർത്തുമൈച്ഛത്. തൻ്റെ സൗന്ദര്യത്തെ സഫലീകരിക്കാൻ വേണ്ടിയിട്ട്
പാർവതി ഒരു ഉപായത്തെ സ്വീകരിക്കുകയാണ്. എന്താണ് ആ ഉപായം? തപസ്. വിനാ തപശ്രമം, തപസ്സില്ലാതെ മറ്റൊരു അന്യേന ഉപായേന സ്വശരീരാർദ്ധദാനരൂപം പ്രേമ, മറ്റൊരു ഉപായം കൊണ്ടൊന്നും തൻ്റെ പകുതി ശരീരം ദാനം ചെയ്യുന്ന തരത്തിലുള്ള അത്രയും ഉന്നതമായൊരു പ്രേമവും, പരമേശ്വരന് തന്നോടുള്ള ആ പ്രേമവും മറ്റാർക്കും ലഭിക്കാത്ത ലോകോത്തരനായ ഒരു ഭർത്താവിനെയും മറ്റേതൊരു ഉപായം കൊണ്ടാണ് കിട്ടുക. അതായത് ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, തൻ്റെ സൗന്ദര്യം കൊണ്ടൊന്നും പരമേശ്വരനെ തനിക്ക് ലഭിക്കാൻ പോകുന്നില്ല. ഇത്രയും സുന്ദരിയായ ഒരാൾ അങ്ങോട്ട് ചെന്ന് അഭ്യർത്ഥിച്ചിട്ട് ആ രീതിയിൽ പരമേശ്വരനെ അങ്ങോട്ട് ചെന്ന് തന്നെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു നിന്നിട്ടും പരമേശ്വരൻ തനിക്ക് വശംവദനാകുന്നില്ല. അപ്പോൾ സൗന്ദര്യം കൊണ്ടല്ല ഒരിക്കലും പരമേശ്വരനെ തനിക്ക് കിട്ടുക, അതിനൊരു വഴി തപസ് മാത്രമാണ് എന്ന് പാർവതി തിരിച്ചറിയാണ്. അപ്പോൾ തപസ്സുകൊണ്ടല്ലാതെ മറ്റൊരു ഉപായം കൊണ്ടൊന്നും ഇത്രയും പവിത്രമായ പ്രേമവും ഇത്രയും പവിത്രനായൊരു പതിയെയും നേടാൻ സാധിക്കില്ല എന്നാണ് പാർവതി മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ ഭാവാർത്ഥം ഇങ്ങനെയാണ്: സാ പാർവതി ഏകാഗ്രമനസാ തപോഭിഃ ആത്മസൗന്ദര്യം സഫലീകർത്തുമൈച്ഛത് വിനാ തപശ്രമം അന്യേനോപായേന സ്വശരീരാർദ്ധദാനരൂപം പ്രേമ അനന്യനാരീസുലഭഃ ലോകോത്തരഃ പതിശ്ച ഇത്യേതദ്വയം കഥം ലഭ്യേത. ഇവിടെ ഇയേഷ എന്നുള്ള ക്രിയയുണ്ട്. അപ്പോൾ ഈ ക്രിയയുടെ അർത്ഥം ആഗ്രഹിച്ചു എന്നുള്ളതാണ്. ഇഷ ഇച്ഛായാം എന്നുള്ള ധാതുവിൻ്റെ ലിട്ടിൽ പരസ്മൈപദം പ്രഥമപുരുഷൻ ഏകവചനമാണ്. ഇയേഷ, ഈഷതുഹു, ഈഷുഹു എന്ന് പ്രഥമപുരുഷ രൂപങ്ങൾ. ഇവിടെ അവന്ധ്യരൂപതാം എന്നൊരു പദമുണ്ട്. വന്ധ്യം എന്ന് പറഞ്ഞാൽ വിഫലം എന്നർത്ഥം. അപ്പോൾ അവന്ധ്യം എന്ന് പറഞ്ഞാൽ വിഫലമല്ലാത്തത്, അതായത് സഫലം എന്നർത്ഥം. അപ്പോൾ അവന്ധ്യരൂപതാം എന്ന് പറഞ്ഞാൽ തൻ്റെ സൗന്ദര്യത്തെ സഫലമാക്കാൻ വേണ്ടി എന്നുള്ള അർത്ഥമാണ് കിട്ടുന്നത്. ഇനി മൂന്നാമത്തെ ശ്ലോകമാണ്. പാർവതി തപസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. പാർവതിയുടെ അമ്മയായിട്ടുള്ള മേന മകളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇതാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. നിശമ്യ ചൈനാം തപസേ കൃതോദ്യമാം സുതാം ഗിരീശ പ്രതിസക്തമാനസാം ഉവാച മേന പരിരഭ്യ വക്ഷസാ നിവാരയന്തി മഹതോ മുനിവ്രതാത്. നിശമ്യ ചൈനാം തപസേ കൃതോദ്യമാം സുതാം ഗിരീശ പ്രതിസക്തമാനസാം ഉവാച മേന പരിരഭ്യ വക്ഷസാ നിവാരയന്തി മഹതോ മുനിവ്രതാത്. ഇവിടെ പദച്ഛേദം ച ഏനാം ചൈനാം മഹതഃ മുനിവ്രതാത് മഹതോ മുനിവ്രതാത്. അന്വയം മേന ഗിരീശപ്രതിസക്തമാനസാം സുതാം തപസേ കൃതോദ്യമാം നിശമ്യ ച ഏനാം വക്ഷസാ പരിരഭ്യ മഹതഃ മുനിവ്രതാത് നിവാരയന്തി ഉവാച. അന്വയം ഒന്നുകൂടിയും പറയാം. മേന ഗിരീശപ്രതിസക്തമാനസാം സുതാം തപസേ കൃതോദ്യമാം ഇതി നിശമ്യ ച ഏനാം വക്ഷസാ പരിരഭ്യ മഹതഃ മുനിവ്രതാത് നിവാരയന്തി ഉവാച. പദാർത്ഥം നോക്കുകയാണെങ്കിൽ മേന പാർവതി മാത, പാർവതിയുടെ അമ്മയായിട്ടുള്ള മേന
ഗിരീശപ്രതിസക്തമാനസാം ഹരാസക്തചിത്താം. ഹരനിൽ, അതായത് ഗിരീശനിൽ, അതായത് പരമേശ്വരനിൽ ആസക്തയായ ആ പാർവതിയെ, തപസേ, തപശ്ചരണായ, തപസ്സിനു വേണ്ടി, കൃതോദ്യോഗാം, തീരുമാനിച്ച, സുതാം, പുത്രീം, മകളെ, നിശമ്യ, ശ്രുത്വ. അതായത് അർത്ഥം പറഞ്ഞു വരുമ്പോൾ, പരമശിവനിൽ ആസക്തയായ പാർവതി തപസ്സിനു വേണ്ടി തപസ് ചെയ്യാൻ നിശ്ചയിച്ചു എന്ന് മനസ്സിലാക്കിയ, എന്ന് കേട്ട മേന, ഏനാം, ഇമാം, ഇവളെ, ഈ പാർവതിയെ, വക്ഷസ, അതായത് ഉരസ, മാറോട് പരിരഭ്യ, ആലിംഗ്യ, ചേർത്ത് പിടിച്ചിട്ട്, മഹതഃ മുനിവ്രതാത്, ദുഷ്കരതപോനുഷ്ഠാനാത്, വളരെ ദുഷ്കരമായ, വളരെ കഠിനമായ ആചരണങ്ങളുള്ളതാണല്ലോ ഈ തപസ് എന്ന് പറയുന്നത്. അപ്പോൾ ദുഷ്കരമായ തപോനുഷ്ഠാനത്തിൽ നിന്ന് നിവാരയന്തി, പ്രതിനിവർത്തയന്തി, തടഞ്ഞുകൊണ്ട്, നിവാരണം ചെയ്തുകൊണ്ട്, ഉവാച, ഉക്തവതി, പറഞ്ഞു. അപ്പോൾ തൻ്റെ മകളായിട്ടുള്ള പാർവതി തപസ് ചെയ്യാൻ നിശ്ചയിച്ചു എന്ന് മനസ്സിലാക്കിയ മേന അവളെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് ആ തപോനുഷ്ഠാനത്തിൽ നിന്ന് തടയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ഭാവാർത്ഥം പറയുകയാണെങ്കിൽ, ഹരാസക്തചിത്താസ പാർവതി സ്വാഭീഷ്ടസിദ്ധ്യർത്ഥം തപശ്ചര്യോദ്യമ ഇതി ശ്രുത്വാ മേന സുതാം ഉരസാ ആലിംഗ്യ ദുഷ്കര തപശ്ചര്യോദ്യമാത് പ്രതിനിവർത്തയിതും ഉവാച. ഹരനിൽ ആസക്തയായ ആ പാർവതി തൻ്റെ ആഗ്രഹം നടക്കുന്നതിനു വേണ്ടി തപസ്സു ചെയ്യാൻ പോകുന്നു എന്ന് കേട്ട മേന മകളെ മാറോട് ചേർത്ത് ആലിംഗനം ചെയ്തിട്ട് ആ ദുഷ്കരമായ തപസ് ചെയ്യുന്നതിൽ നിന്ന് അവളെ നിവാരണം ചെയ്തുകൊണ്ട്, തടഞ്ഞുകൊണ്ടിങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇനി അടുത്ത ശ്ലോകമാണ്. ഇവിടുത്തെ ക്രിയാപദം ഉവാച എന്നുള്ളതാണ്. ബ്രൂഞ്ഞ് ധാതുവിൻ്റെ ലിട്ടിലെ പരസ്മൈപദേ പ്രഥമപുരുഷ ഏകവചന രൂപമാണ് ഉവാച. ലിട്ടിലെ മുഴുവൻ രൂപങ്ങൾ ഇങ്ങനെയാണ്: ഉവാച, ഊചതുഹു, ഊചുഹു, ഉവചിഥ, ഊചധുഹു, ഊച, ഉവാച, ഊചിവ, ഊചിമ എന്നിങ്ങനെ. ഇനി അടുത്ത ശ്ലോകമാണ്. മേന പാർവതിയോട് പറയുകയാണ്, നമ്മുടെ ഗൃഹത്തിൽ തന്നെ ദേവതമാരുണ്ടല്ലോ, അപ്പോൾ അവരെ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ അവരെ ആരാധിച്ച് പാർവതിയുടെ ആഗ്രഹം സാധിക്കാം എന്ന് മേന പറയുകയാണ്. ഇങ്ങനെ ക്ലേശിച്ച് തപസ് ചെയ്തൊന്നും നേടാൻ പോകണ്ട, ക്ലേശമില്ലാതെ തന്നെ ഈ ഗൃഹത്തിലിരുന്നു കൊണ്ട് തന്നെ ദേവതമാരെ ആരാധിച്ച് നിൻ്റെ ആഗ്രഹം നീ നേടിക്കോളൂ എന്ന് മേന പറയുന്നതാണ് 4-ാമത്തെ ശ്ലോകം. മനീഷിതാഃ സന്തി ഗൃഹേഷു ദേവതാസ്തപഃ ക്വ വത്സേ ക്വ ച താവകം വപുഃ പദം സഹേത ഭ്രമരസ്യ പേലവം ശിരീഷപുഷ്പം ന പുനഃ പതത്രിണഃ. മനീഷിതാഃ സന്തി ഗൃഹേഷു ദേവതാസ്തപഃ ക്വ വത്സേ ക്വ ച താവകം വപുഃ പദം സഹേത ഭ്രമരസ്യ പേലവം ശിരീഷപുഷ്പം ന പുനഃ പതത്രിണഃ. ഇവിടെ പദച്ഛേദം ദേവതാഃ തപഃ, ദേവതാസ്തപഃ. അന്വയം വത്സേ
മനീഷിതാः ദേവതാः ഗൃഹേഷു സന്തി തപഃ ക്വ താവകം വപുഃ ച ക്വ പേലവം ശിരീഷപുഷ്പം ഭ്രമരസ്യ പദം ന സഹേത പദത്രിണഃ പദം പുനഃ ന സഹേത. അന്വയഃ വത്സേ മനീഷിതാः ദേവതാः ഗൃഹേഷു സന്തി തപഃ ക്വ താവകം വപുഃ ച ക്വ പേലവം ശിരീഷപുഷ്പം ഭ്രമരസ്യ പദം ന സഹേത പദത്രിണഃ പദം പുനഃ ന സഹേത. പദാർത്ഥം: വത്സേ ജാതേ കുഞ്ഞേ, മനീഷിതാഹ അഭീഷ്ടാഹ അഭീഷ്ടരായിട്ടുള്ള, ദേവതാഹ ഇന്ദ്രാദിദേവതാഹ ഇന്ദ്രൻ തുടങ്ങിയ ദേവതകൾ, ഗൃഹേഷു സന്തി ഗേഹേഷു വർത്തന്തെ നമ്മുടെ ഗൃഹത്തിൽ തന്നെ ദേവതകളുണ്ട്. നമ്മുടെ ആഗ്രഹം സാധിച്ചു തരാൻ കഴിവുള്ള ദേവതകൾ നമ്മുടെ ഗൃഹത്തിൽ തന്നെ ഉണ്ട്. തപഃ ക്വ ക്ലേശഭൂയിഷ്ഠം തപഃ കുത്ര വളരെ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള തപസ് എവിടെ കിടക്കുന്നു? താവകം വപുഃ ച ക്വ ത്വദീയം ശരീരം ച കുത്ര ഇത്രയും കോമളമായ നിൻ്റെ ശരീരം എവിടെ കിടക്കുന്നു? അതായത് തപസ് നിനക്ക് പറ്റിയതല്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പേലവം മൃദുലം മൃദുലമായ ശിരീഷപുഷ്പം തന്നാമകം കുസുമം ശിരീഷം എന്നു പേരായിട്ടുള്ള പൂവ്, ഭ്രമരസ്യ ഭൃംഗസ്യ വണ്ടിൻ്റെ പദം സഹേത പദസ്ഥിതിം സോഢും ശക്നുയാത് വണ്ടിൻ്റെ കാലുകളെ വണ്ട് വന്നിരുന്നു കഴിഞ്ഞാൽ ഈ കോമളമായിട്ടുള്ള ശിരീഷപുഷ്പത്തിന് അത് താങ്ങാൻ പറ്റും. പദത്രിണഃ പക്ഷിണഃ പക്ഷികൾ പുനഃ ന പക്ഷികളുടെ പദം പക്ഷികൾ ആ ശിരീഷപുഷ്പത്തിൽ വന്നിരുന്നാൽ അല്ലെങ്കിൽ ഒരു പക്ഷി വന്നിരുന്നാൽ പക്ഷികൾ വന്നിരുന്നാൽ പുനഃ ന സോഢും ന ശക്യത അത് സഹിക്കാൻ പറ്റില്ല. അതായത് വളരെ മൃദുവായ ശിരീഷപുഷ്പത്തിൽ ഒരു വണ്ട് വന്നിരുന്നാൽ അതിന് സഹിക്കാൻ പറ്റും, ഒരു വലിയ പക്ഷി വന്നിരുന്നാലോ അതിന് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അതുപോലെയാണ് നിനക്ക് നിൻ്റെ ശരീരത്തിനും ഈ കോമളമായ ശരീരത്തിന് നിൻ്റെ ഗൃഹത്തിലിരുന്ന് ഈ ദേവതമാരെ ആരാധിക്കാൻ നിനക്ക് പറ്റും. അപ്പോൾ ഉണ്ടാകുന്ന ക്ലേശങ്ങളൊക്കെ നിനക്ക് സഹിക്കാൻ പറ്റും. ഏതുപോലെ വണ്ട് ഈ ശിരീഷപുഷ്പത്തിൽ വന്നിരുന്നു കഴിഞ്ഞാൽ ആ ശിരീഷപുഷ്പത്തിന് അത് സഹിക്കാൻ പറ്റുന്നത് പോലെ ഗൃഹത്തിലിരുന്നു കൊണ്ട് ദേവതമാരെ ആരാധിക്കുമ്പോഴുണ്ടാകുന്ന ക്ലേശമൊക്കെ നിനക്ക് സഹിക്കാൻ പറ്റും. പക്ഷേ ആ ശിരീഷപുഷ്പത്തിലൊരു പക്ഷി വന്നിരുന്നു കഴിഞ്ഞാൽ അതിനത് സഹിക്കാൻ പറ്റില്ല. അതുപോലെയാണ് ഇത്രയും കോമളഗാത്രിയായിട്ടുള്ള നിനക്ക് തപസ് എന്ന കഠിനമായ അനുഷ്ഠാനം നിനക്ക് താങ്ങാൻ പറ്റില്ല, നിൻ്റെ ശരീരത്തിന് അത് താങ്ങാൻ പറ്റില്ല എന്നാണ് മേന ഇവിടെ പറയുന്നത്. ഭാവാർത്ഥം നോക്കാം. ഹേ ജാതേ മോളെ കുഞ്ഞെ, അസ്മാകം വാസസ്ഥാനെ അഭീഷ്ടാഹ ദേവതാഹ സന്തി നമ്മുടെ ഗൃഹത്തിൽ തന്നെ അഭീഷ്ടരായിട്ടുള്ള ദേവതകളുണ്ട്. താൻ ആരാധയ അവരെ ആരാധിക്കൂ. ദൃഢശരീരിഭിരനുഷ്ഠേയം തപഃ കുത്ര നല്ല ദൃഢശരീരമുള്ളവർ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള തപസ് എവിടെ കിടക്കുന്നു? കോമളം തവ ശരീരം ച കുത്ര കോമളമായ നിൻ്റെ ശരീരം എവിടെ കിടക്കുന്നു? ദ്വയോരപി ബഹു അന്തരമസ്തി രണ്ടിലും നല്ല വ്യത്യാസമുണ്ട്. അതായത് നിൻ്റെ കോമളമായ ശരീരം എവിടെ കിടക്കുന്നു, തപസ് ചെയ്യേണ്ടവർക്ക് വേണ്ടതായിട്ടുള്ള ആ ദൃഢശരീരം എവിടെ കിടക്കുന്നു? നിൻ്റെ ശരീരവും തപസ്സിനെ ചെയ്യാൻ പോകുന്നവരുടെ ശരീരവും തമ്മിൽ വലിയധികം വ്യത്യാസമുണ്ട്. ശിരീഷകുസുമം മധുകരസ്യ പദം സോഢം ശക്തം സ്യാത് ശിരീഷകുസുമത്തിന് ശിരീഷപുഷ്പത്തിന് വണ്ടിൻ്റെ കാൽ അതിന്മേൽ പതിഞ്ഞാൽ അത് സഹിക്കാൻ പറ്റും. തത് പക്ഷിണഃ പദം സോഢും ശക്ത ന ഭവതി പക്ഷേ ഒരു പക്ഷി വന്നിരുന്നാൽ ആ പക്ഷിയുടെ കാല് ആ പുഷ്പത്തിൽ ആ
പുഷ്പത്തിന് അത് സഹിക്കാൻ പറ്റില്ല. തസ്മാത് കഠിനതപക്ലേശം സോഢുമശക്താത്വം ദുസ്സാധ്യാത് തപശ്ചര്യാപ്രയത്നാത് പ്രതിനിവർത്തസ്വേതി ഭാവഃ. അതുകൊണ്ട് കഠിനമായ തപസ്സിൻ്റെ ക്ലേശം സഹിക്കാൻ അശക്തയായ നിന്നെക്കൊണ്ട് ഒരിക്കലും സാധിക്കാത്ത തപശ്ചര്യ എന്ന പ്രയത്നത്തിൽ നിന്ന് പിന്മാറണം എന്നാണ് ഇവിടെ മേന പറയുന്നത്. പരസ്പരവിരുദ്ധയോः ദ്വയോः വൈജാത്യദ്യോതനായൈവ ക്വ ശബ്ദഃ പ്രയുജ്യത്തെ. ക്വ എന്നാൽ എവിടെ എന്നാണ് അർത്ഥം. അപ്പോൾ പരസ്പരം വളരെയധികം വ്യത്യാസമുള്ള അല്ലെങ്കിൽ പരസ്പര വിരുദ്ധങ്ങളായ രണ്ട് വസ്തുക്കളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അവയുടെ വൈരുദ്ധ്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ക്വ എന്ന് ഉപയോഗിക്കുന്നത്. കാളിദാസൻ തൻ്റെ വിനയം കൊണ്ട് പറയുന്നുണ്ടല്ലോ, ക്വ സൂര്യപ്രഭവോ വംശ ക്വ ചാൽപവിഷയാമതി എന്ന് രഘുവംശത്തിലെ 2ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ടല്ലോ. ആ രഘുവംശം എവിടെ കിടക്കുന്നു, എൻ്റെ ബുദ്ധി എവിടെ കിടക്കുന്നു എന്നിങ്ങനെ കാളിദാസൻ അവിടെയും പ്രയോഗിക്കുന്നുണ്ടല്ലോ. അത്ര പാർവത്യാः ശരീരസ്യ മൃദുലതാം തപസഃ കഠിനതാം ച പ്രകടയതി ക്വ ശബ്ദേന. അപ്പം എന്താണ്, പാർവതിയുടെ ശരീരം എത്ര മൃദുവാണ് എന്നും തപസ്സിൻ്റെ കാഠിന്യം എവിടെ കിടക്കുന്നു എന്നുമാണ് ഇവിടെ ക്വ ശബ്ദം കൊണ്ട് ദ്യോതിപ്പിക്കുന്നത്. ദൃഢശരീരിഭിരനുഷ്ഠേയം തപഃ സുകുമാരശരീരയാ പാർവത്യാ ദുസ്സാധ്യമിത്യാശയം സമർത്ഥയതി ഭ്രമരപദന്യാസം സോഢും ശക്തസ്യ ശിരീഷകുസുമസ്യ പക്ഷിണഃ പദം സോഢും ശക്തിർനാസ്തീതി ദൃഷ്ടാന്തപ്രയോഗേണ. അപ്പോൾ ഇവിടെ ദൃഷ്ടാന്ത അലങ്കാരം കൊണ്ടാണ് പറയുന്നത്. ദൃഢശരീരമുള്ളവർ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള തപസ് ഇത്രയും കോമള ശരീരമുള്ള പാർവതിക്ക് ദുസ്സാധ്യമാണ് എന്ന ആശയത്തെയാണ് ഇവിടെ സമർത്ഥിക്കുന്നത്. എന്ത് വെച്ചിട്ട്, വണ്ടിൻ്റെ പദങ്ങൾ സഹിക്കാൻ ആർക്ക് പറ്റും, ശിരീഷ പുഷ്പത്തിന് പറ്റും, എന്നാൽ പക്ഷിയുടെ പദം സഹിക്കാൻ പറ്റില്ല എന്നിങ്ങനെ. അപ്പോൾ എന്തായിരുന്നു നമ്മുടെ ശ്ലോകം? മനീഷിതാഃ സന്തി ഗൃഹേഷു ദേവതാസ്തപഃ ക്വ വത്സേ ക്വ ച താവകം വപുഃ പദം സഹേത ഭ്രമരസ്യ പേലവം ശിരീഷപുഷ്പം ന പുനഃ പതത്രിണഃ. അപ്പോൾ ഇവിടെ ദൃഷ്ടാന്ത അലങ്കാരമുണ്ട്. ദൃഷ്ടാന്ത അലങ്കാരത്തിൻ്റെ ലക്ഷണം കുവലയാനന്ദത്തിൽ, അപ്പയ്യ ദീക്ഷിതരുടെ കുവലയാനന്ദത്തിൽ ഇങ്ങനെ പറയുന്നു: ചേത് ബിംബപ്രതിബിംബത്വം ദൃഷ്ടാന്തസ്തദലങ്കൃതി എന്ന്. ചേത് ബിംബപ്രതിബിംബത്വം ദൃഷ്ടാന്തസ്തദലങ്കൃതി. അത് അലങ്കാരങ്ങൾ നോക്കുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് പറയാം. പിന്നെ ഒരു അലങ്കാരം കൂടി ഇവിടെ ഉണ്ട്, വിഷമാലങ്കാര. അതിൻ്റെ ലക്ഷണം കുവലയാനന്ദത്തിൽ ഇങ്ങനെ പറയുന്നു: വിഷമം വർണ്ണ്യത്തെ യത്ര ഘടനാനനുരൂപയോഹോ. വിഷമം വർണ്ണ്യത്തെ യത്ര അനുരൂപയോഹോ എന്ന്. ഇനി 5ാമത്തെ ശ്ലോകമാണ്. പാർവതിയുടെ അമ്മയ്ക്ക് മകളെ ഈ ഉദ്യമത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാനായില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇതി ധ്രുവേച്ഛാമനുശാസതി സുതാം ശശാകമേനാന നിയന്തുമുദ്യമാത് ക ഈപ്സിതാർത്ഥസ്ഥിരനിശ്ചയം മനഃ പയശ്ച നിമ്നാഭിമുഖം പ്രതീപയേത്. ഇതി ധ്രുവേച്ഛാമനുശാസതി സുതാം ശശാകമേനാന നിയന്തുമുദ്യമാത് ക ഈപ്സിതാർത്ഥസ്ഥിരനിശ്ചയം മനഃ പയശ്ച നിമ്നാഭിമുഖം പ്രതീപയേത്. പദച്ഛേദം ഇങ്ങനെയാണ്: ധ്രുവേച്ഛാം അനുശാസതി, ധ്രുവേച്ഛാമനുശാസതി. നിയന്തും ഉദ്യമാത്, നിയന്തുമുദ്യമാത്. പയഃ ച, പയശ്ച. അന്വയം: ഇതി അനുശാസതി മേന ധ്രുവേച്ഛാം സുതാം ഉദ്യമാത് നിയന്തും ന ശശാക. ഈപ്സിതാർത്ഥസ്ഥിരനിശ്ചയം മനഃ നിമ്നാഭിമുഖം പയഃ ച കഃ പ്രതീപയേത്. ഇതി അന്വയഃ: ഇതി
അനുശാസതി മേന ധ്രുവേച്ഛാം സുതാം ഉദ്യമാത് നിയന്തും ന ശശാക. ഈപ്സിതാർത്ഥസ്ഥിരനിശ്ചയം മനഃ നിമ്നാഭിമുഖം പയഃ ച കഹ പ്രതീപയേത്. സാധാരണ ഒരു ശ്ലോകം വ്യാഖ്യാനിക്കാൻ പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, അത് പദച്ഛേദം ചെയ്ത് അന്വയം എടുത്തെഴുതി ഓരോ പദത്തിൻ്റെയും വിഭക്തി എന്താണ് എന്ന് മനസ്സിലാക്കി എന്നുള്ള രീതിയിൽ വിശദമായിട്ടാണ് പറയേണ്ടത്. അപ്പോൾ പരീക്ഷാദൃഷ്ടിയിൽ പറയുമ്പോൾ ഇങ്ങനെ എളുപ്പത്തിൽ പറയാണ്. അല്ലെങ്കിൽ ഇത് കുറേ സമയം എടുക്കും. പദാർത്ഥം ഇതി ഏവം ഇപ്രകാരം അനുശാസതി ഉപദിശന്തി ഉപദേശിച്ചതായിട്ടുള്ള മേന പാർവതി മാത പാർവതിയുടെ അമ്മ ധ്രുവേച്ഛാം സ്ഥിരനിശ്ചയാം ഉറപ്പിച്ച, അതായത് താൻ ചെയ്യാൻ പോകുന്ന കാര്യം നിശ്ചയിച്ചവളായ ആ നിശ്ചയത്തിൽ ഉറപ്പുള്ള സുതാം പുത്രിയെ ഉദ്യമാത് മുനിവ്രതോദ്യോഗാത് മുനിവ്രതം എന്ന ഉദ്യോഗത്തിൽ നിന്ന്, അതായത് തപസ്സിൽ നിന്ന്, നിയന്തും നിവാരയിതും തടയാൻ നിവാരണം ചെയ്യാൻ ന ശശാക ശക്തയായില്ല, ന സമർത്ഥ ബഭൂവ മേനയ്ക്ക് സാധിച്ചില്ല പാർവതിയെ ഇതിൽ നിന്നും തടയാൻ. ഈപ്സിതാർത്ഥസ്ഥിരനിശ്ചയം അഭീഷ്ടസിദ്ധ്യർത്ഥം കൃതനിശ്ചയം താൻ ആഗ്രഹിക്കുന്ന കാര്യം നേടിയെടുക്കും എന്ന് ഉറപ്പിച്ച മനസ്സോടുകൂടിയ മനഃ ചിത്തം, അങ്ങനെയുള്ള മനസ്സോടുകൂടിയ ഒരാളെ ആർക്കും പിന്തിരിപ്പിക്കാൻ പറ്റില്ല എന്നാണ് ഇവിടെ പറയുന്നത്. കഹ പ്രതി നിവർത്തയേത്, ആർക്കാണ് പിന്തിരിപ്പിക്കാൻ പറ്റുക? താൻ ഒരു കാര്യം ആഗ്രഹിച്ചു, അത് നേടിയെടുക്കുന്നത് വരെ പ്രയത്നിക്കും എന്ന് ഉറപ്പിച്ച ഒരാളുടെ മനസ്സിനെ ആർക്കും പിന്തിരിപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല. നിമ്നാഭിമുഖം പയഃ ച, ഏതുപോലെയാണ്? അധോമുഖം താഴത്തേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന, അതായത് നിമ്നതയെ അഭിമുഖമാക്കിയ, വെള്ളം എപ്പോഴും താഴത്തേക്കാണല്ലോ ഒഴുകുക. അപ്പോൾ അധോമുഖാത് താഴത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയെ ആർക്കാണോ തടയാൻ പറ്റാത്തത്, അതുപോലെ തന്നെയാണ് ഞാൻ ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കുമെന്ന ഉറച്ച മനസ്സോടുകൂടിയ ഒരാളെ പിന്തിരിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല എന്നതാണ് ഇവിടെ പറയുന്നത്. അപ്പം ഭാവാർത്ഥം നോക്കാം. ഏവം ഉപദിശന്തി മേന സ്ഥിരനിശ്ചയാം സുതാം പാർവതീം തപോനുഷ്ഠാനോദ്യമാത് പ്രതിനിവർത്തയിതും ന ശക്ത അഭൂത്. ഇങ്ങനെ ഉപദേശിച്ചതായിട്ടുള്ള മേന മനസ്സിനുറപ്പോടുകൂടിയ തൻ്റെ നിശ്ചയത്തിൽ നിന്ന് അണുയിടയ്ക്ക് വ്യതിചലിക്കാത്ത ആ പാർവതിയെ തപോനുഷ്ഠാനത്തിൽ നിന്ന് നിവാരണം ചെയ്യാൻ, തടയാൻ മേനയ്ക്ക് സാധിച്ചില്ല. ഇഷ്ടാർത്ഥേ കൃതനിശ്ചയം മനഃ നിമ്നാഭിമുഖം ജലപ്രവാഹഞ്ച പ്രതിനിവർത്തയിതും കഹ ശക്തോ ഭവതി. തനിക്ക് നേടേണ്ടതായിട്ടുള്ള കാര്യം നേടും എന്ന നിശ്ചയത്തോടു കൂടിയ മനസ്സിനെയും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജലപ്രവാഹത്തെയും തടഞ്ഞു നിർത്താൻ ആർക്കാണ് സാധിക്കുക എന്നാണ് പറയുന്നത്. ഇവിടെ ക്രിയാപദങ്ങൾ ശശാക, പ്രതീപയേത്, അനുശാസതി അങ്ങനെ 3 എണ്ണം. ശശാക എന്നുള്ളത് ഷക്ക് ധാതുവിൻ്റെ ലിട്ട് പരസ്മൈപദം പ്രഥമ പുരുഷൻ ഏകവചനമാണ്. ശശാക ശോകതുഹു ശോകുഹു. പ്രതീപയേത് എന്നുള്ളത് ലിംഗില് പരസ്മൈപദം പ്രഥമ പുരുഷൻ ഏകവചനമാണ്. പ്രതീപയേത്, പ്രതീപയേതാം, പ്രതീപയേയുഹു എന്ന്. അനുശാസതി എന്നുള്ളത് അനു എന്ന ഉപസർഗപൂർവക ശാസ് ധാതുവിൻ്റെ ശത്രു പ്രത്യാന്തമായിട്ടുള്ള രൂപമാണ്. ഇവിടെ അലങ്കാരം അർത്ഥാന്തരന്യാസമാണ്. അർത്ഥാന്തരന്യാസത്തിൻ്റെ ലക്ഷണം ഉക്തിരർത്ഥാന്തരന്യാസ സ്യാത് സാമാന്യവിശേഷയോഹോ. ഉക്തിരർത്ഥാന്തരന്യാസ സ്യാത് സാമാന്യവിശേഷയോഹോ എന്നതാണ്
ഇതിൻ്റെ ലക്ഷണം, അർത്ഥാന്തരന്യാസത്തിൻ്റെ ലക്ഷണം. അപ്പോൾ ശ്ലോകം ഒന്നുകൂടി വായിച്ചിട്ട് ഈ ക്ലാസ് നിർത്താം. ഇതി ധ്രുവേച്ഛാമനുഷാ സതി സുതാം ശശാകമേനാന നിയന്തുമുദ്യമാത് ക ഈപ്സിതാർത്ഥസ്ഥിരനിശ്ചയം മനഃ പയശ്ച നിമ്നാഭിമുഖം പ്രതീപയേത്.